അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മിഡ് സീസൺ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷത്തിൽ, അതായത് ഈ 2025 മത്സരങ്ങളൊക്കെ ഓരോ ക്ലബ്ബുകൾക്കും കളിക്കേണ്ടത്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്നലെ ഇത് 2024 ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആണ്, പക്ഷേ പനി പിടിച്ച് കിടപ്പിലായിപ്പോയി കേസ്. അതുകൊണ്ടാണ് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇത് മാറിയത്. സോ എന്താണെങ്കിലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സീസണിലെ ഓരോ ടീമുകളുടെയും ഈ ഒരു അവസരത്തിലെത്തി നിൽക്കുന്ന സമയത്തുള്ള പെർഫോമൻസ്, അത് നമുക്ക് കഴിഞ്ഞ സീസണുമായിട്ടുള്ളൊരു കമ്പാരിസണും ഒക്കെ നടത്താം. സോ അതൊക്കെയാണ്. സോ ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ആണ്. അവർ ലാസ്റ്റ് സീസണിലെ ഷീൽഡ് വിന്നേഴ്സാണ്. അവർ എവിടെ നിർത്തിയോ അതേ ഒരു ലെവലിൽ തന്നെയാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ടോപ്പ് ഫോമിൽ തന്നെയാണ് അണ്ടർ ന്യൂ കോച്ച് മൊലീന പെർഫോമൻസ് നടത്തുന്നത്. നമുക്കറിയാം ലാസ്റ്റ് സീസണിൽ മിഡിൽ അവർ അത്ര നല്ല പൊസിഷനിലല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അവർ ഒരു ടോപ്പ് 3 പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവർ അബാസിനെ കൊണ്ടുവന്നു, പുതിയ പ്ലെയേഴ്സിനെയൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് പിന്നീടൊരു ടോപ്പ് നോച്ച് പെർഫോമൻസ് നടത്തി ഷീൽഡ് അടിക്കുന്നത്. സോ എന്താണെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോഴും അവർക്കൊരു പ്രശ്നം പറ്റിയത് അവരുടെ ഡിഫൻസിൽ അൻവർ അലി അപ്രതീക്ഷിതമായിട്ട് ടീമിൽ നിന്ന് പോയതായിരുന്നു. എന്നാൽ അവർ ഡിഫൻസീവ്ലി ഇപ്പോൾ നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവർ വിദേശ സെൻട്രൽ ബാക്സിനെ വെച്ചാണ് കളിപ്പിക്കുന്നത്. ഈ ISL തന്നെ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള സോഫാർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഈ സീസണിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ, ഇപ്പോൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ ഒന്നും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യമില്ല. പക്ഷേ അപ്പൂയെയൊക്കെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് നേടിയെടുക്കാനൊക്കെ സാധിച്ചത് ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സെക്കൻഡ് നിൽക്കുന്ന ടീം ബംഗളൂരു FC ആണ്. ബംഗളൂരു FC ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ലാസ്റ്റ് സീസണിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമാണെന്നുള്ളതായിരിക്കണം. കഴിഞ്ഞ സീസണിൽ തന്നെ ഇടയ്ക്ക് വെച്ച് വന്നിട്ടുള്ള പരിശീലകനാണ് ജെറാർഡ് സറഗോസ. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു അപ്പുറത്തുള്ള പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതും പ്രധാനമായിട്ടും പറയേണ്ട കാര്യമാണ്. സോ ഇനിഷ്യലി അവർ ആയിരുന്നു ഒന്നാമതൊക്കെ നിന്നിരുന്നത്. എന്നാൽ ഇടയ്ക്ക് ചില തോൽവികളൊക്കെ നേരിട്ടിട്ടാണ്. എങ്കിലും ഇപ്പോൾ അവർക്ക് മോഹൻ ബഗാനുമായിട്ട് ആകപ്പാടെ 2 പോയിന്റ്സിൻ്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ അവർ നല്ല രീതിയിലുള്ളൊരു സ്ക്വാഡ് ബിൽഡിംഗ് ഒക്കെ ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശികളായിട്ടുള്ള ഡയാസ്, എഡ്ഗർ മെൻഡസ്, നൊഗ്വേറ, ക്യാപ്പോ, അങ്ങനെ നല്ല നല്ല താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ രാഹുൽ ബേക്കയെ കൊണ്ടുവന്നു. ജനുവരിയിൽ സനായം, നിഖിൽ പൂജാരിയും പോലത്തെ താരങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സെറ്റായുള്ള ടീമാണ്. അതുപോലെ ഇപ്പം ഈ സീസണിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പോലും നല്ല പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ സുനിൽ ഛേത്രി ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കരിയർ എന്താകും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പം നാഷണൽ ടീമിൽ നിന്ന് വിരമിച്ചിട്ട് കളിക്കാൻ പോകുന്ന ISL ആണ്. പക്ഷേ അദ്ദേഹം ടോപ്പ് ഫോമിലാണ് നിൽക്കുന്നത്. ബംഗളൂരു FCയുടെ ടോപ്പ് സ്കോററാണ്. അതുപോലെ ISL തന്നെ സെക്കൻഡ് ടോപ്പ് സ്കോറായിട്ട് ഈ ഒരു മിഡ് സീസണത്തിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു പെർഫോമൻസ് ബംഗളൂരു FCയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഷീൽഡ് റേസിൽ നിൽക്കാനും ഇപ്പോൾ നിലവിൽ സെക്കൻഡ് പ്ലേസിൽ നിൽക്കാനും സാധിക്കുന്നത്. FC ഗോവ തേർഡ് പ്ലേസിലാണ്. ലാസ്റ്റ് സീസണിൽ എന്നേപോലെ തന്നെ ഒരു പെർഫോമൻസ് തന്നെയാണ് അവർ നടത്തുന്നത്. ഇനിഷ്യലി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു സീസണിൻ്റെ തുടക്കത്തിൽ, പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു. എസ്പെഷ്യലി സന്ദേശ് സിംഗിൻ്റെ ഒരു തിരിച്ചുവരവ് ഒരു വലിയ ചേഞ്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫെൻസീവ്ലി അവർ വളരെയധികം മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ അതിനുശേഷമാണ് കൂടുതൽ പോയിന്റ്സ് അവർക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. പിന്നെ അവർക്ക് അറ്റാക്കിങ്ങിൽ ലാസ്റ്റ് സീസണിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗോൾ സ്കോറിങ്ങിലും ഒക്കെ ആണെങ്കിലും ഇപ്പം അർമാൻഡോ സാദിക്കു അവർക്കൊരു ഒരു കീ സൈനിങ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതുപോലെ ഗൊരക്സേന ആണെങ്കിലും അല്ലെങ്കിൽ റാച്ചിച്ച് ആണെങ്കിലും ജനുവരിയിൽ നിന്നുള്ള ബോർഹ ആണെങ്കിലും പിന്നെ ഇന്ത്യൻ സൈനിങ് ആയിട്ട് വന്നിട്ടുള്ള ആകാശ് സംഗ്വാനൊക്കെ ആണെങ്കിലും അവർക്കൊരു എഫക്റ്റീവായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ മനോല മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ISL തന്നെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കോച്ചിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. നോർത്ത് ഈസ്റ്റ് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് നടത്തിയത്. സെയിം കോച്ചിന്റെ അണ്ടറിൽ, ബനാലിയുടെ അണ്ടറിൽ തന്നെയാണ് കളിക്കുന്നത്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം തന്നെയായിരുന്നു പരിശീലനമായിട്ടുണ്ടായിരുന്നത്. അവർക്ക് ലാസ്റ്റ് സീസണിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്കോറിങ്ങിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളായിരുന്നു. അത് മറികടക്കാൻ അവർ മറ്റു മേഖലകളിലെ വിദേശ താരങ്ങൾ നിലനിർത്തിയപ്പോഴും പുതുതായിട്ട് കൊണ്ടുവന്നത് 2 വിദേശ സെൻട്രൽ ഫോർവേഡ്സിനെയാണ്, ഗുല്ലമയും അലാദീനും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ സീസണിൽ സോഫാർ അടിച്ചത് 29 ഗോളുകളാണ്. ഒന്ന് ആലോചിക്കാൻ, ലാസ്റ്റ് സീസണിൽ അവർ മൊത്തത്തിൽ സ്കോർ ചെയ്തത്, സീസൺ മുഴുവൻ കളിച്ചിട്ട് സ്കോർ ചെയ്തത് 30 ഗോളുകളായിരുന്നു എന്നുള്ളത്. അലാദീനാണ് ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ്. ഇപ്പം ISL ടോപ്പ് സ്കോർ എന്ന ലെവലിൽ നിൽക്കുകയാണ്. അദ്ദേഹം
എന്ത് ഇജാതി പെർഫോമൻസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിക്കവാറും ISL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരം എന്ന നിലയിൽ വരാൻ സാധ്യതയുണ്ട്. ആ ലെവലിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോഫാർ നമുക്കറിയാമല്ലോ, തുടക്കത്തിലൊക്കെ അദ്ദേഹം കൊടുത്തൊരു ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത്. അതുപോലെ ഗില്ലോമ ആണെങ്കിലും, അതുപോലെ പാർദീപ് ആണെങ്കിലും, ജിതിൻ MS ആണെങ്കിലും ഒക്കെ കളിക്കുന്ന ഒരു കളി. അതുപോലെ മായക്കണ്ണൻ മിഡ്ഫീൽഡിൽ വന്നത് വളരെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. അതുപോലെ അവരുടെ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയണം. പിന്നെ ലാസ്റ്റ് സീസണിൽ അവർക്കൊരു പ്രശ്നമായിരുന്നു അനാവശ്യമായിട്ടുള്ള ഗോൾ കീപ്പിംഗ് എറേഴ്സൊക്കെ കാരണമുള്ള മിസ്റ്റേക്സ്. അത് പരിഹരിക്കാനാണ് അവർ ജനുവരിയിൽ ഗുർമീതിനെ കൊണ്ടുവന്നത്. അതൊക്കെയാണ് സെൻസിബിൾ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് സൈനിങ് എന്നൊക്കെ പറയുന്നത്. പ്രശ്നമുണ്ടോ അവിടെ റിക്രൂട്ട്മെൻറ്റ്, ഗുർമീതിന് ഹൈദരാബാദ് നിന്ന് പോകുന്ന സാഹചര്യം വരുമ്പോൾ സൈൻ ചെയ്തു, ആ പ്രശ്നവും അടച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്നത് പോലെ ഒരു മുന്നേറ്റം ഈ സീസണിൽ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ജംഷഡ്പൂരാണ് അടുത്ത ടീം. അവരും പറഞ്ഞ പോലെ ടോപ്പ് 5 തന്നെ നിൽക്കുന്നു. അവർ ഖാലിദ് ജമീൽ എന്ന് പറയുന്ന കോച്ചിൻ്റെ അണ്ടറിൽ ഒരു അണ്ടർഡോഗ് പെർഫോമൻസ് ആണ്. കാരണം ഇൻ പേപ്പർ വലിയ ഒരു സ്കോഡെന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. സോ എന്നിട്ടാണ് നല്ലൊരു തുടക്കം കിട്ടി. പക്ഷേ ഇടയ്ക്കൊന്ന് പാളി. അതിലൊരു പ്രധാന ഫാക്ടർ അവരുടെ ഡിഫൻസീവ്ലി വന്ന കാരണം SA എന്ന് പറഞ്ഞിട്ടുള്ള താരം അവരുടെ ഒരു ക്രൂഷ്യൽ പ്ലെയറാണ്. അദ്ദേഹത്തിന് ഡിഫൻസിൽ മാത്രമല്ല ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ അവരുടെ ഒരു ക്രൂഷ്യൽ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം പ്രശ്നങ്ങളുണ്ടാക്കി. അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും ഒരു നല്ല മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ തീർച്ചയായിട്ടും കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം തന്നെ എന്നാണ് നമുക്ക് ജംഷഡ്പൂർ FC വിശേഷിപ്പിക്കേണ്ടത്. ഒഡീഷ FCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവർ പെർഫോമൻസ് ഒക്കെ വൈസ് ഇപ്പോൾ ലാസ്റ്റ് സീസണിലെന്ന പോലൊക്കെ തന്നെ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് പറയുകയാണെങ്കിൽ ഒരു പൊടിക്കുന്ന താഴോട്ട് പോയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. അതിന് ചില ഫാക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ലൊബേറയുടെ കീ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. സോ അവർ ഓരോ വർഷം കഴിയും തോറും ഏജ്ഡ് ആയിട്ട്, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ തമാശയൊക്കെ പറയുന്ന കാര്യമാണ് വയസ്സൻ പട എന്നുള്ളത്. സോ ഇപ്പം മൊത്തതോഫോളാണെങ്കിൽ ഇപ്പം 38 ആകുന്നു. അതുപോലെ ജാഹു 37, ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് വരികയാണ് ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും. റോയ് കൃഷ്ണയും അറിയാമല്ലോ. സോ അങ്ങനത്തെ ചില ഫാക്ടേഴ്സ് അവർക്കുണ്ട്. അത് നമുക്ക് ഒരിക്കലും തെളിക്കളയാൻ പറ്റില്ല. സോ ഇപ്പം അവർ കഴിഞ്ഞ സീസണുകളിലെ എന്ന പോലെയാണോ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഏതൊരു മീഡിയോക്കർ ടീമിൻ്റെ മറ്റ് പ്ലേയേഴ്സിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളതും മറ്റൊരു ഫാക്ടറാണ്. പിന്നെ റോയ് കൃഷ്ണയുടെ പെട്ടെന്ന് ഒരു ഇഞ്ചുറി കിട്ടിയത് ഒരു പ്രശ്നമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും അവർ ഈ പറയുന്ന പോലെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കളിക്കുന്നുണ്ട്. ടോപ്പ് 6 അവർക്ക് നിലവിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുംബൈ സിറ്റി FC ആണ് അടുത്ത ടീം. 7ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. ലാസ്റ്റ് സീസണിൽ ISL കപ്പ് വിന്നേഴ്സാണ്. അതുപോലെ ഷീൽഡ് റേസിൽ, അതായത് പോയിന്റ് ടേബിളിൽ 2ാമത് വന്ന ടീമാണ്. പീറ്റർ കാക്കി എന്ന് പറയുന്ന സെയിം പരിശീലകൻ തന്നെയാണ്. പക്ഷേ അവർക്കൊരു വലിയ തരത്തിലുള്ള ഒരു ഡൗൺഫോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പറയാൻ പറ്റും. അതിന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ടൊക്കെ പറയാൻ തോന്നുന്നത് അവരുടെ അറ്റാക്കിങ്ങിലെ ഇപ്പം ചാങ്തി ആണെങ്കിലും ബിബിൻ ആണെങ്കിലും വിക്രം പ്രതാപ് ആണെങ്കിലും ഒക്കെ ആ ഒരു പെർഫോമൻസ് അവർ സ്കോറിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഗോൾ കോൺട്രിബ്യൂട്ടിങ് കാര്യത്തിൽ. പിന്നെ മിഡ്ഫീൽഡിലും ഇപ്പോൾ ബ്രാൻഡൻ പുതുതായിട്ടൊക്കെ വന്നിട്ട് ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ്. നിക്കോളാസ് കാർലസ് ആണ് ആകെ ഒരു വിദേശ ഒരു അറ്റാക്കർ എന്ന ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ ഡയാസ് ആണെങ്കിലും നൊഗ്വേര ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രധാന രാഹുൽ ബൈക്കെ പോലത്തെ താരങ്ങൾ, അപ്പോയെ പോലത്തെ താരങ്ങളൊക്കെ ടീം വിട്ടുപോയി. അതിനൊത്ത റീപ്ലേസ്മെന്റ്സ് നടത്തിയോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. 8ാമതാണ് പഞ്ചാബ് FC. പക്ഷേ ലാസ്റ്റ് സീസണിലും ഏതാണ്ട് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് പഞ്ചാബ് FC. പക്ഷെ അവരുടെ പെർഫോമൻസ് വൈസിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫസ്റ്റ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പാണ്. പക്ഷേ അവർക്കൊരു എത്രത്തോളം ഒരു ബെഞ്ച് സ്ട്രെങ്ത് കാര്യങ്ങളെന്നൊക്കെയുള്ള പ്രശ്നമാണ്. അതുപോലെ അവരുടെ സെൻട്രൽ ഫോർവേഡ് ലൗക്ക മാച്ചിനൊക്കെ ഇഞ്ചുറി പറ്റിയ സമയത്ത് ബക്കങ്ക ഭയങ്കര ഒരു മോശം പ്രകടനമായിരുന്നു നടത്തി. അദ്ദേഹത്തെ വിട്ടും കഴിഞ്ഞു ജനുവരിയിൽ. സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇഞ്ചുറിയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഈ പറഞ്ഞൊരു സ്ക്വാഡ് ഡെപ്തിൻ്റെ ഒരു പ്രശ്നം അവരെ വല്ലാതെ വലയ്ക്കാനായിട്ട് തുടങ്ങിയിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ പഞ്ചാബ് FCയുടെ ഒരു സ്ക്വാഡിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പം അത് എക്സ്പോസ് ആയി തുടങ്ങി. ഇപ്പോൾ അടുത്ത മാച്ചിലൊക്കെ ചിലപ്പോൾ അവർക്ക് ഒറ്റ വിദേശ താരത്തെ വെച്ച് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. സസ്പെൻഷൻ കൂടിയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ അത് അവരെ ബാക്ക് ഫെയർ ചെയ്യും, ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 9ാം സ്ഥാനത്താണ് ചെന്നൈയിൻ FCയുടെ സ്ഥാനം. ലാസ്റ്റ് സീസണിൽ 6ാം സ്ഥാനത്തെത്തി പ്ലേ ഓഫ് കളിച്ചിട്ടുള്ള ഒരു ടീമാണ്. ഇത്തവണ അവർ നല്ല രീതിയിലുള്ള സൈനിങ്സ് വിദേശ താരങ്ങളുടെ കാര്യത്തിലും അതല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സൈനിങ്സ് നടത്തിയിട്ടുള്ളൊരു ടീമാണ്. പക്ഷേ ആ ഒരു തരത്തിലുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അവരുടെ ഒരു അറ്റാക്കേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഡാനിയൽ ചീമയാണെങ്കിലും ജോർദൻ ഗില്ലാണെങ്കിലും അവർ സ്കോറിങ്ങിലേക്ക് പ്രതീക്ഷിക്കത്ത് ഉയരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. സോ പലപ്പോഴും എത്ര ചാൻസുകളാണ് മിസ് ചെയ്യപ്പെടുന്നത്, അതൊക്കെ അവരെ ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ചേഞ്ച് ഇപ്പോൾ വിദേശ താരങ്ങളുടെ അറ്റാക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് ജനുവരിയിലൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് ഒക്കെ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥിതി. ബ്ലാസ്റ്റേഴ്സിനെ പറ്റി കൂടുതൽ പറയണ്ട, എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ.
സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്ക്വാഡാണ്. അതുപോലെ ലാസ്റ്റ് സീസണിൽ പോയ പ്ലേയേഴ്സിന് കൃത്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല. പല പൊസിഷനിലും ഫസ്റ്റ് ലെവലിൽ പോലും കളിക്കാനുള്ള പ്ലെയേഴ്സ് ഇല്ല, ഇൻഡിവിജ്വൽ എറേഴ്സ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഈ ഒരു ഡൗൺ ഗ്രേഡ് സംഭവിക്കുന്നു, അതിലേക്ക് കൂപ്പ് കുത്തുന്നു എന്നുള്ളത്. 11ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ. തുടക്കം വളരെ മോശമായിരുന്നെങ്കിലും ഇപ്പോൾ അവരൊരു ഇതിലേക്ക് വരുന്നുണ്ട്. 14 പോയിന്റ്സ് നേടിക്കഴിഞ്ഞു. അവസാനത്തെ 5-6 മാച്ചസിൽ നിന്നാണ് ഈ 14 പോയിന്റ്സൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അണ്ടർ ഓസ്കാർ ബുസോൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പരിശീലകൻ. സോ അവരിനിയും പോയിന്റ് ടേബിളിലൊക്കെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അവർക്ക് മികച്ചൊരു സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില അഡീഷൻസ് ഒക്കെ ജനുവരിയിൽ കൂടി നടത്തി കഴിഞ്ഞാൽ ആ പ്ലേ ഓഫ് ഒക്കെ സ്വപ്നം കാണാൻ ഇപ്പോഴും വരും. കാരണം ആ ഒരു രീതിയിലാണ് അവരുടെ ഗ്രാഫിങ്ങിന് മേളോട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അടുത്ത ടീം 12ാമതാണ് ഹൈദരാബാദ് FC സ്ഥാനം. ഹൈദരാബാദ് FC പറ്റി പറയുമ്പോൾ ഇപ്പം ലാസ്റ്റ് സീസണിൽ മിഡിൽ അവർ 12 അവസാനിക്കും 12 ഇപ്പോഴും 12 കൺസിസ്റ്റൻസി ഉണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ ഈ സീസണിൽ കഴിഞ്ഞ സീസണേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതും പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ടീമായിരുന്നു. തങ്കുവോയ് എന്ന് പറഞ്ഞിട്ടുള്ള കോച്ചാണ്. സോ ഭേദപ്പെട്ട രീതിയിൽ കളിച്ചു ആ ഒരു സ്കോഡും, അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം കളിച്ചു. പക്ഷേ ബാക്കി ടീമുകളെയൊക്കെ വെച്ച് നോക്കുമ്പം നമുക്കറിയാം അവർ ഒരുപാട് താഴെയാണ്. കോച്ചിനെ സാക്ക് ചെയ്തു. ആരാണ് പുതിയ കോച്ച് വരുന്നത്, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എന്ത് മാറ്റമാണ്, ഇനി ജനുവരിയിൽ എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ള പോലെ ഇരിക്കും. ഇവർക്ക് എന്ത് ചേഞ്ച് വരും, പ്ലേ ഓഫുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദൂരം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് മുഹമ്മദൻ്റെ സ്ഥാനം 13ാം സ്ഥാനത്ത്. ISLലേക്ക് പുതുതായിട്ട് വന്ന ടീം. പക്ഷേ അവർ സ്ക്വാഡിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നടത്തിയില്ല. അതായത് ആ ഒരു സ്ക്വാഡിൻ്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും മറ്റ് ISL ക്ലബ്ബുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ആ ഒരു ഡിഫറൻസ് അവരുണ്ട്. അത് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഫോറിൻ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. ഇനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടായേക്കാം. എങ്കിലും ഈ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് തന്നെയാണ് അവർക്ക്, കാരണം അത്യാവശ്യം നല്ല കോച്ചൊക്കെ തന്നെയാണ്. അവരെ ലീഗ് വിൻ ചെയ്തിട്ടുള്ള പരിശീലനമാണ്. കുറച്ചും കൂടി ഒരു ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ അടുത്ത സീസണിലേക്ക് ഇതിനേക്കാൾ ബെറ്റർ ഉണ്ടാകും. പക്ഷേ ആ കോച്ചിനെ തന്നെ നിലനിർത്തുമെന്നൊക്കെ ഉള്ളതൊന്നും അറിഞ്ഞുകൂടാ. സോ ഈ ഒരു സീസണിൽ ഇനി ഇവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ എന്നുള്ളതിൽ സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജനുവരിയിൽ അഗ്രസീവ്, പക്ഷേ ജനുവരിയിൽ എത്രമാത്രം അഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഒരു ചോദ്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. കാണിക്കാൻ ശരി.